ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സുരേഷ് ഏട്ടനെ കാണാനാണ്. സുരേഷ് ഏട്ടനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഏട്ടന് യാതൊരുവിധ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആൾ നല്ല സ്മാർട്ടാണ്. 68 വയസ്സാണ് ആയത്. പക്ഷേ കണ്ടാൽ 68 തോന്നിക്കില്ല. നമുക്ക് ആളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സുരേഷ് ഏട്ടൻ ഒരുപാട് വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യയും ഓല വിട്ട് പോയിന്ന് പറഞ്ഞാൽ ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ കാണുന്നത് സുരേഷ് ഏട്ടൻ്റെ വീടാണ്. സ്വന്തം വീടിൻ്റെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. താഴത്തുള്ള ഭാഗം വാടകയ്ക്ക് കൊടുത്തിട്ട് ആണ്. ഇത് സിറ്റിയിൽ തന്നെയാണ്. മണക്കാട് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ആ ഒരു പരിസരത്ത് തന്നെയാണ് വീട് വരുന്നത്. അപ്പോൾ ഒരാണ് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഒരു സ്ത്രീകളുണ്ടാകുമ്പോഴാണ് വീടാവുക. ഇല്ലാണ്ടാകുമ്പോൾ അത് നീറ്റും ക്ലീനൊന്നും ഉണ്ടാവില്ല. നമ്മളതായ രീതി അങ്ങനത്തെ ഒരു ഇതാണ്. ആണുങ്ങളൊരു പ്രകൃതി അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു ടെറസിനോട് ചേർന്നിട്ട് ഈ ഒരു റൂമിലാണ് സുരേഷ് ഏട്ടൻ ജീവിക്കുന്നത്. സ്വന്തം വീടാണ് പറഞ്ഞല്ലോ. സുരേഷ് ഏട്ടാ, ഇതാണ് സുരേഷ് ഏട്ടൻ. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. സുഖമല്ലേ? സുഖം. അപ്പോൾ ഒറ്റക്കുള്ള ജീവിതമാണ് അല്ലേ? അതെ. 68 വയസ്സാണ് ആയത് അല്ലേ? 68 കഴിഞ്ഞു. എത്ര വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 4.5 വർഷം വരും. 4.5 വർഷമായി. അപ്പോൾ ഭാര്യയും മക്കളൊന്നായിട്ട് യാതൊരു ബന്ധവും ഇപ്പം ഇല്ല അല്ലേ? ഒരു കോണ്ടാക്ട് ഇല്ല. ഇപ്പോൾ താഴ്ഭാഗത്ത് വാടക കൊടുത്തിട്ട് അതിൻ്റെ ഒരു വരുമാനമാണ് മെയിനായിട്ട് നമുക്കിപ്പോൾ ഉള്ളത് അല്ലേ? വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഇപ്പം പോകുന്നില്ല. നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ വേറെ ജോലി കാര്യങ്ങളൊന്നും ഇല്ല. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റക്കൊരു വീട്ടിൽ നിൽക്കും. ഷാവുല് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ജോലി ശരിയാക്കി തരാം. അതെ, നമുക്ക് നോക്കാം. എന്തെങ്കിലും അതല്ലാണ്ട് നമുക്ക് ജീവിക്കാനുള്ള വരുമാനം വാടകയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇത് വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ജോലി നോക്കുന്നുണ്ടെന്ന്. അതെ, ഷാവുല് പറഞ്ഞിട്ട്. അതെ, ഷാഹുൽ എന്ന് പറയുന്ന പുള്ളിയുടെ ഫ്രണ്ടാണ് കേട്ടോ. മൂപ്പര് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് വന്നത് സുരേഷ് ഏട്ടനെ കാണാൻ. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും ബുദ്ധിമുട്ടാണ്. അതായത് പല ഇതിലൂടെ ഫേസ് ചെയ്യുന്നതാണ്. ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം കുക്ക് ചെയ്യലാണോ അവിടെ? കുറച്ച് കുക്ക് ചെയ്യും, കുറച്ച് വെളിയിൽ നിന്ന്, അങ്ങനെ ഹാഫ് ഇതായിട്ടൊക്കെ. അതെ, സാരമില്ല, വല്ലാത്ത അവസ്ഥയാണ് എന്തായാലും. അപ്പോൾ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? വരുന്ന ഒരാളുടെ ദൂരം പ്രശ്നമുണ്ടോ? കേരളത്തിൽ ഏത് ജില്ലയാണെങ്കിലും നമുക്ക് ആലോചന പറ്റൂലേ? നമ്മളെ സ്നേഹിച്ച് മനസ്സിലാക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്. ഹിന്ദുവിലുള്ള ഏത് വിഭാഗം നമുക്ക് വിഷയമില്ലല്ലോ. വയസ്സ് ഒരു 60 അടുപ്പിച്ചൊക്കെ ഉള്ളതായിരിക്കും. 60 അടുപ്പിച്ചുള്ളത് അല്ലേ വയസ്സ്? അതെ. പിന്നെ ഈ ജാതകം അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നോക്കുന്ന? അതെ. അപ്പോൾ 60 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടീനെയാണ് നമുക്ക് വേണ്ടത്. സുരേഷ് ഏട്ടനെ നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല സമാധാനത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. ഈ ഒരു വയസ്സിൽ നമ്മളെ കൂടെ താങ്ങാനും തണലായി നമുക്കൊരു ഭാര്യയെ നിർബന്ധമാണല്ലോ. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് സുരേഷ് ഏട്ടൻ്റെത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്താ പറയാനുള്ളത്? എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ? 28 വർഷം ഉണ്ടായിരുന്നു. 28 വർഷം അല്ലേ? എവിടെയായിരുന്നു ഗൾഫിൽ? സൗദി അറേബ്യയിലായിരുന്നു. സൗദിയിൽ 28 വർഷം ജോലി ചെയ്തു. അതെ. അപ്പോൾ അത് നോക്കണ്ട. ജീവിതത്തിൽ പലർക്കും പല സാഹചര്യങ്ങളല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു പാർട്ട്ണർ വരിക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു കാര്യം. പിന്നെ വേറെ നമുക്ക് ഡിമാൻഡ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും പറയാനൊന്നും ഇല്ല. അതെ, നല്ല മനസ്സുള്ള ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. അതെ, ജാതിയും മതമൊന്നും ഒരു വിഷയമല്ല. അതെ. മക്കളുള്ള ആളാണെങ്കിൽ നമ്മൾ ബാധ്യത ഇല്ലാത്ത ആളായിരിക്കണം അല്ലേ? അതാണ് കുറച്ചുകൂടെ നല്ലത്. അതെ. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു വയസ്സ്, ഒരു 60 വയസ്സെന്നൊക്കെ പറയുമ്പോൾ മക്കളുണ്ടെങ്കിൽ അവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ സെറ്റിലായി ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ഡിവോഴ്സായി അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഏട്ടൻ്റെ ഈ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പറഞ്ഞല്ലോ, ഇവിടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നിൽക്കുന്ന ഈ റൂം തന്നെ ആയാലും നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുത്താൽ ഓക്കെയാണ്. ബാത്റൂം മുകളിലുണ്ടോ? ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണ് അല്ലേ? പിന്നെ താഴത്ത് ഇവിടെ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ അധികവും
അങ്ങനത്തെ ഒരു രീതിയാണ് കാണുന്നത് അല്ലേ? അതായത് വീട് ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തിട്ട് പല വീടുകളും അങ്ങനെയാണ്. കാരണം ഇവിടെ ഒരുപാട് ക്രൗഡും ഒരുപാട് സാധ്യതകളും ഉള്ളതാണ് ഈ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു സംരംഭത്തിന്. തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മളൊരു സ്പേസ് വാടക കൊടുത്ത് അതിൻ്റെ ഒരു വാടക കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ മദ്യപാനത്തോടും പുകവലി അങ്ങനെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ മയക്കുമരുന്ന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക്. അതെ, അത് ഇഷ്ടപ്പെടുന്നില്ല. അതെ, അങ്ങനെ ഒരു സംഭവമില്ല. ഇനി അതിലോട്ട് താല്പര്യമില്ല. തീർച്ചയായും അതാണ്. യാതൊരുവിധ ലഹരി കാര്യങ്ങളൊന്നും ഉപയോഗിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ കാര്യമായിട്ട് അങ്ങനെ പോവാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിധ പേടികളും കാര്യങ്ങളൊന്നും വരുന്ന ആളുകൾക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ളവരുമായിട്ട് എനിക്ക് കൂട്ടുമില്ല. അതെ, തീർച്ചയായും. നമ്മൾ സാധാരണ കല്യാണത്തിന് ഒരുപാട് കാര്യങ്ങളായിട്ട് എത്ര വെയിറ്റ് എത്ര എന്നൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ട്. അതൊന്നിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അതായത് സുരേഷ് ഏട്ടനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടീനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രസക്തം. അപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു പാർട്ട്ണറിനെ ഇതേപോലെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രോക്കർ ബ്രോനെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ വേണ്ടവർക്ക്, പിന്നെ ഒരുപാട് അന്വേഷിച്ച് കിട്ടാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ബ്രോക്കറ്റിൽ ഇവിടെ ബ്രോക്കർ ബ്രോ എന്ന് എഴുതിയിട്ട് തന്നെ നമ്പർ കൊടുക്കുക. സുരേഷ് ഏട്ടൻ്റെ നമ്പർ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടും കൊടുക്കുക. കല്യാണം നോക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സുരേഷ് ഏട്ടനെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ പരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഒരാൾ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ല പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള ഒരു പെൺകുട്ടിക്കാണ് വരണം എന്നുള്ളതെങ്കിൽ പെൺകുട്ടി എന്ന് വിളിക്കുന്നത് 60 വയസ്സല്ല, ഞങ്ങളെല്ലാവരെയും പെൺകുട്ടി ചെക്കൻ എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുക. നമുക്കെല്ലാവരും കുട്ടികളല്ലേ അല്ലേ? അപ്പോൾ ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾക്ക് വരണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അതെന്തായിരിക്കും ഇപ്പോൾ എന്ന് അന്വേഷിക്കണമെങ്കിൽ പോലും അവർക്ക് അത്രയും ദൂരം വരണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ പരമായിട്ട് കിട്ടുമ്പോൾ ബാക്കി അന്വേഷിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവരുടെ വീട് കാര്യങ്ങൾ, ഇവർ നിൽക്കുന്ന സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുമെന്ന് പറയുമ്പോൾ ബാക്കി നോക്കിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ പിന്നെ അലങ്കോലമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടാവുക. ഒരു ബാച്ചിലർ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെയാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലേസിയാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിടും. ഞാനുൾപ്പെടെ അങ്ങനെയാണ് കേട്ടോ. 2 ദിവസം ഭാര്യ വീട്ടിലുണ്ടാതിരിക്കും അറിയാം എൻ്റെ സാഹചര്യം. അതുകൊണ്ട് ഇനി വൈകാനില്ല. എത്രയും പെട്ടെന്ന് സുരേഷ് ചേട്ടൻ്റെ കല്യാണം നടക്കണം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് വാ. ഓക്കെ, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകാരൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ സുരേഷ് ചേട്ടൻ നോക്കിക്കോളും. വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, വാടക ഉണ്ട്. പിന്നെ അത്യാവശ്യം വേറെ ചെറിയ ജോലിക്ക് വേണമെങ്കിൽ അത് പോവുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരും തൊട്ടടുത്തുള്ള ജില്ലക്കാരും ഒക്കെ കോൺടാക്ട് ചെയ്യും. ജെനുവിനായിട്ടുള്ള ആൾക്കാർ, വെറുതെ പറ്റിച്ച് പോകുന്ന ആൾക്കാരിൽ ബന്ധപ്പെടുകയേ വേണ്ട. മരണം വരെ കൂടെ നിൽക്കുന്നുള്ളവർക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഓക്കെ.